കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കുണ്ടറ യൂണിറ്റ് സ്വന്തമായി നിർമ്മിച്ച ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനവും കുടുംബസംഗമവും നടന്നു. കുണ്ടറ കളരി ക്ഷേത്രത്തിനു സമീപം നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം PC വിഷ്ണുനാഥ് MLA നിർവഹിച്ചു. കെട്ടിടത്തിന് മുന്നിൽ സ്ഥാപിച്ച അമർ ജവാനിൽ പുഷ്പചക്രം അർപ്പിച്ചതിനു ശേഷമാണ് MLA ഉദ്ഘാടനം നിർവഹിച്ചത്. രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ഈ രാജ്യസ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ജീവനും ജീവിതവും ഒക്കെ ബലി നൽകിയ ജ്ഞാതരും അജ്ഞാതരുമായ നിരവധി ധീര ദേശാഭിമാനികളുണ്ട്. അവരുടെ ത്യാഗത്തെ, ജീവത്യാഗത്തെ ഒക്കെ ഈ അവസരത്തിൽ നമ്മൾ അനുസ്മരിക്കുകയാണ്. അവർ പകരം വെക്കാനില്ലാത്ത അവരുടെ ജീവിതം സമർപ്പിച്ചാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നത് എന്ന സത്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്നു. അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ നമ്മൾ ശിരസ്സു കുനിക്കുന്നു. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ ഒട്ടേറെ വെല്ലുവിളികൾ നമ്മൾ നേരിടുന്നുണ്ടായിരുന്നു. ഒരു സൈന്യം രൂപപ്പെട്ടു വരുന്ന ഘട്ടത്തിൽ തന്നെ യുദ്ധത്തിന് തയ്യാറെടുക്കേണ്ട സാഹചര്യം ഈ രാജ്യത്തിനുണ്ടായി. പിന്നീടും നിരവധി ആന്തരികവും ബാഹ്യവുമായ വെല്ലുവിളികളെ നേരിടുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തിന് കരുത്തായ ഒരു സൈന്യമാണ് ഇന്ത്യൻ സൈന്യം. 71 യുദ്ധ വിജയമടക്കം നമ്മളിന്ന് ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഇപ്പോൾ ഇന്ത്യയിലാണ് താമസിക്കുന്നത്, ഷെയ്ഖ് ഹസീന. അവരുടെ പിതാവ് മുജിബുർ റഹ്മാനെ ബംഗ്ലാദേശിന്റെ ഭരണാധികാരിയാക്കിയത് ഇന്ത്യൻ പട്ടാളവും ഇന്ത്യൻ ഗവൺമെന്റുമാണ്. ലോകത്തിന്റെ ഭൂപടത്തിൽ ഒരു രാജ്യത്തെ സൃഷ്ടിക്കാൻ പാകത്തിൽ കരുത്തുണ്ടായിരുന്ന സൈന്യമാണ് ഇന്ത്യയുടെ സൈന്യം എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് ഓർക്കാൻ കഴിയും. അപ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികർ വരെ ഈ കുണ്ടറ നിയോജകമണ്ഡലത്തിലുണ്ട്. കാരണം ഞാൻ മറ്റൊരു ചടങ്ങിൽ വെച്ച് 71 വാറിൽ പങ്കെടുത്തവരെ ആദരിക്കുന്ന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, ഈ മണ്ഡലത്തിലെ തന്നെ. അപ്പോൾ അന്ന് വിമാനം പറത്തിയിരുന്നവരുണ്ട്, കരയുദ്ധത്തിൽ പങ്കെടുത്തവരുണ്ട്. അപ്പോൾ ആ കിഴക്കൻ പാകിസ്ഥാനിലെ പോരാളികളെ പിന്തുണച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നവരുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ആവേശമുണർത്തുന്ന ധീരസ്മരണകളാണ്. യൂണിറ്റ് പ്രസിഡന്റ് ഉമ്മൻ പണിക്കർ അധ്യക്ഷത വഹിച്ചു. എക്സ് സർവീസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് സതീഷ് ചന്ദ്രൻ കുടുംബസംഗമം ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം റജി കല്ലംവിള, എക്സ് സർവീസ് ലീഗ് താലൂക്ക് പ്രസിഡന്റ് ശിവൻകുട്ടിപ്പിള്ള, താലൂക്ക് സെക്രട്ടറി ശരചന്ദ്രൻ പിള്ള, വൈസ് പ്രസിഡന്റ് ശ്രീകാന്ത് B, താലൂക്ക് മഹിളാ വിംഗ് പ്രസിഡന്റ് ഷേർലി യോഹന്നാൻ, സെക്രട്ടറി രഞ്ജിനി, വേണൂസ് കോളേജ് പ്രിൻസിപ്പൽ വേണുഗോപാലൻ പിള്ള, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ചാക്കോ യോഹന്നാൻ, യൂണിറ്റ് സെക്രട്ടറി അനിൽകുമാർ P, കൺവീനർ അലക്സ് വർഗീസ്, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി മോഹനൻ S, രക്ഷാധികാരി തോമസ് ചാണ്ടി, ട്രഷറർ ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള പ്രൈം ടുഡേ.